ഗുരുഭ്യോ നമഃ. നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് കാണാം നമുക്ക്. നമസ്കാരം. നമുക്കൊന്നൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്സൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മനസ്സിലാക്കാം. നമ്മുടെ എന്നും നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ്സിന് അകമ്പടി സേവിക്കാറുണ്ട് അണ്ണാൻ്റെ പാട്ടോട് കൂടിയാണ് നമ്മൾ മിക്ക ദിവസം തുടങ്ങുന്നത്. ശരി, നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 1 താഴെ കൊടുത്തു, വലതുകാല് ചവിട്ടി 1 2, വലതുകാല് 2 പ്രാവശ്യം നമ്മൾ ചവിട്ടുകയാണ്. 1 2, ആ കാല് തന്നെ ഇങ്ങോട്ട് വിളിച്ചു 3, അപ്പോൾ 2 മുട്ട് താഴ്ന്നു. ഈ ഇടത് കാലം കൊണ്ടത് 4, അപ്പോൾ വീണ്ടും 2 മുട്ടും മടങ്ങണം. നിങ്ങൾ പറഞ്ഞുതരാം. വലതുകാല് 2 പ്രാവശ്യം ചവിട്ടി 1 2 ചവിട്ടി. ഇനി 3, ഈ വലതുകാലേന് 3 ഇങ്ങോട്ട് വെച്ചു കണ്ടോ. ഇനി ഇടത് കാലെടുത്ത് പുറകോട്ട് 4. അപ്പോൾ നമ്മൾ 3 വയ്ക്കുമ്പോഴും നമ്മൾ 2 കാലിന് മുട്ടും മടങ്ങി നിൽക്കണം. 4 വയ്ക്കുമ്പോഴും 2 കാലിന് മുട്ടും മടങ്ങി ഇങ്ങനെ മടങ്ങി നിൽക്കണം. കിട്ടിയോ? ചെയ്തു. 1 2 3 4, അതാണ് കറക്റ്റ്. ഒന്നുകൂടെ 1 2 3 4. സംശയം ഒട്ടുമില്ലല്ലോ. നമുക്ക് ഇതിൻ്റെ കൈ കൂടെ പറഞ്ഞുതരാം. കൈ തന്നെ 1 2, ഈ കൈ പതുക്കെ പൊങ്ങി കൈയ്ക്ക് 3 അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പൊങ്ങിയിട്ട് 3 കണ്ടോ 4. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ കണ്ടോ, കൈ ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ വരണം, ഒരു ഒഴുക്ക്. അപ്പം 1 2 3 4. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊന്ന് കാണിച്ചു തരാം. 1 2 3 4 ചെയ്തിട്ടേ 1 2 3 അങ്ങോട്ട് 4. ശരിയായി. കൈ കുറച്ചും കൂടെ നീരണം. അപ്പം നമ്മുടെ 1 2 കൈ കൊണ്ടിട്ട് 3 തിരിച്ച് 4. അപ്പോൾ വട്ടി പോലെ ഇങ്ങനെ പോയത് ഒന്നിങ്ങനെ കണ്ട, ഇങ്ങനെ വളഞ്ഞ്, അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വേണം. ഇങ്ങനെ വെച്ച ഭംഗി ഉണ്ടാവില്ല. 4 പ്രാവശ്യം കൂടെ 1 2 3, അതാണ് 3 അങ്ങോട്ട് 4. 4 പ്രാവശ്യം കൂടെ 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. അപ്പം നമ്മൾ 1 2 അവിടെ നേരെ നിന്നു. 3 എന്നുമ്പോൾ നമ്മുടെ ചെരിയും ഇങ്ങോട്ട് ബോഡി ചെരിയും. 3 അങ്ങോട്ട് പോകുമ്പോഴും അതുപോലെ ബോഡി ഇങ്ങോട്ട് ചെരിയണം. ചെയ്ത് കറക്റ്റാണ്. ഞാനത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ചേർത്ത് ചെയ്യാം. ഇത് പഠിച്ചോളൂ. 1 2 3 4. കുറച്ച് ചെയ്യാം. 1 2 3 4. മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അത് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ്. അതും ഇതുപോലെ തന്നെ വലതുകാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. 1 2. ഇനി ഇടതുകാല് പുറകോട്ട് 3, വലതുകാലം കൊണ്ട് അതിൻ്റെ പുറകെ 4 5 6 2 പ്രാവശ്യം ചവിട്ടി 7 8. അപ്പം നമ്മൾ ക്ലോസ് ചെയ്ത് ഇപ്പം 1 2 വലതുകാലം 2 പ്രാവശ്യം 3 ഇടതുകാലം പുറകെ വെച്ചു. ഇനി ഈ വലതുകാല് ആ 3യുടെ പുറകെ 4. ഇനി 5 എന്ന് പറയുന്നത് 5ഉം 6ഉം ഇടതുകാലം 5 6. ഇനി 7 വീണ്ടും വലതുകാല് 8 ഇടതുകാലം. അതായത് 1 2 3 4 5 6 7 8. അപ്പം നമ്മൾ ഇങ്ങനെ വന്നാലേ ഭംഗിയുള്ളൂ. നമ്മൾ നേരെ 1 2 3 4 5 6 7 8. അത് വേണ്ട, അങ്ങനെ ചെയ്യാൻ നോക്കും. നമുക്ക് ഇതിന് അങ്ങനെയല്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത് 1 2 കാലിന് മുട്ട് കുറച്ച് മടക്കിയിട്ടാണ് 1 2 3 4. ഇവിടെ നമ്മൾ കാൽ വളച്ചെടുത്തു 4. ഇവിടെ 5 6. ഈ കാല് വീണ്ടും 7 8. ചെയ്ത് നോക്കാം.
1 2 3 4 5 5 6 5 6 മുമ്പോട്ടാണ് 7 8 അതാണ് നമുക്ക് ചെയ്യാം 1 2 അതല്ലല്ലോ 1 2 ഈ കല്ല് കുറേ വയ്ക്കണ്ടേ 1 2 3 4 ഇനി 5 6 7 8 ഒന്നും കൂടെ 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ പ്രാവശ്യം ചെയ്തോ സംശയം ഉണ്ടെങ്കിൽ തീർക്കട്ടെ 1 2 3 4 5 6 7 8 ഇത്രയേ ഉള്ളൂ സംഭവം അതിൻ്റെ കൈ ഇതാണ് കണ്ടോ നമ്മളൊന്ന് വെറുതെ തട്ടുക 1 2 കൈ ഇതാണ് കേട്ടോ 1 2 3 4 5 6 7 8 കണ്ടോ അപ്പോൾ ഒന്ന് നോക്കാം 1 2 3 4 5 6 7 8 പിടിയോ ശരിച്ചോളൂ 1 2 3 4 5 6 7 8 വെരി ഗുഡ് ഒന്നും കൂടെ 1 2 3 4 5 6 7 8 അപ്പോൾ അവിടെ ഒരു സംശയം വന്നു പിന്നെ കൈ ഇത് നമ്മൾ ഈ തട്ടുമ്പോൾ കുറച്ച് താഴെ നമ്മളൊന്ന് കണ്ടൊന്ന് ബെൻഡ് ചെയ്തു 1 2 കണ്ട അപ്പം ഇത്ര അകത്തുള്ള കാര്യം 1 2 ഇത്ര മതിയല്ലോ 1 2 3 4 വീണ്ടും 5 6 7 8 ആ 8 നമുക്ക് ക്രോസ് ചെയ്ത് തുടങ്ങുന്നു 8 നേരെ ഒന്നും ഒന്ന് ചെയ്യാം താഴെ 1 2 3 4 5 6 7 8 എന്നിട്ട് മനസ്സിലായല്ലോ കുറേ ശ്രമം ചെയ്യൂ 1 2 3 4 5 6 7 8 ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയാമോ 5 6 ഇങ്ങനെ നിന്നു 5 വെറുതെ നിന്നു 5 താഴ്ന്നു ചെയ്യാം 1 2 3 4 5 6 7 8 അങ്ങനെ ചെയ്യണം കൈ ക്രോസ് ചെയ്ത് വെക്കണം അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടപ്പോൾ നേരെ തന്നെ വെച്ചാൽ മതി 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായല്ലോ നമുക്കിത് ചേർത്ത് ചെയ്യാം ഇത് മാത്രം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അപ്പം നമ്മളൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വളഞ്ഞു കൊടുത്താൽ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ മനസ്സിലായേ അത് കുറച്ച് ചെയ്ത് വരുമ്പോഴേ ശരിയാവുള്ളൂ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പം നമുക്ക് നമ്മൾ പഠിച്ച ഇപ്പം നമ്മൾ ആദ്യം സ്റ്റെപ്പ് പഠിച്ചു ഇപ്പോൾ ഒന്ന് പഠിച്ചു ഇത് ഒരെണ്ണം അടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ ഓർമ്മയുണ്ടോ നോക്കാം ശരി നമുക്ക് ഈ പഠിച്ച 2 സ്റ്റെപ്പ് കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്ത് നോക്കാം ഓർമ്മയുണ്ടല്ലോ അല്ലേ നോക്കാം 1 2 3 4 ഇവിടെ 1 2 3 4 5 6 7 8 ഒന്നുകൂടെ 1 2 3 4 1 2 3 4 5 6 7 8 ചേർത്ത് ചെയ്ത് നോക്കട്ടെ പിടിക്ക് ചെയ്യൂ 1 അടുത്ത 1 2 3 4 എങ്ങോട്ട് പോയി കാലത്തട്ടിലല്ലേ 1 2 3 4 മറ്റേ കൂടെ രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് പുതിയ സ്റ്റെപ്പ് കണ്ടുപിടിച്ചു പിടിക്ക് 1 2 ഇങ്ങോട്ട് അല്ല വേഗം പറഞ്ഞോ 1 2 3 4 1
8. ഒന്നുകൂടി ചെയ്യൂ. 1 2 ഇങ്ങോട്ട് 3 അങ്ങോട്ട് 4 നേരെ 5 2 3 4 5 6 മുമ്പോട്ട് 7 മുമ്പോട്ടാണ് വരേണ്ടത്. 7 ഇങ്ങോട്ട് ഇപ്പോൾ 7 8 മുമ്പോട്ടല്ലേ വരണ്ടേ. ഒന്നുകൂടെ 1 2 ഇങ്ങോട്ടാണ് 3 അങ്ങോട്ട് 4 1 2 പോട്ടെ 3 ഇങ്ങോട്ട് 4 1 2 3 4 അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ. അപ്പോൾ ഇത്രയും ക്രോസ് ചെയ്ത് വയ്ക്കേണ്ട കാര്യം. ഇത്രയും ക്രോസ് ചെയ്ത് വെച്ച് നമുക്ക് അടുത്ത ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും പഠിക്കുന്നവർക്ക്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. ഒന്നുകൂടെ 1 2 3 4 1 2 പോട്ടെ 3 ഇങ്ങോട്ട് 4 അവിടെ അടയ്ക്കണം 5 6 7 മുമ്പോട്ടാണ് 7 8 ഒരു പ്രാവശ്യം കൂടെ ചെയ്തോ. 1 2 3 4 1 2 3 4 5 6 7 8 മനസ്സിലായോ? ചെയ്തോളൂ. 1 2 കൂടെ 3 അങ്ങോട്ട് പോട്ടെ 4 ഇനി കൈ അടിച്ചു 1 2 അപ്പുറോട്ട് 3 4 നീ കൈയാണ് 5 6 മുന്നോട്ടാണ് 7 8 കറക്റ്റാണ്. പക്ഷെ കൈ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പിടിച്ചു അങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം. ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 3 4 1 2 3 4 5 6 7 8 അവിടെ ഒരു സംശയം ചെയ്യുന്നത്. ശരിയാണോ സംശയിച്ചത് അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ 1 2 ഇതാ ഇങ്ങനെ വേണ്ട. നമ്മുടെ ഈ കൈ എടുക്കുമ്പോൾ നമ്മുടെ ബോഡി കൂടെ കൊണ്ട് പോയാലോ. അപ്പം അങ്ങനെ പോകണം. 1 2 3 4 അതായത് നമ്മൾ 1 2 3 4 അങ്ങനെ എടുത്ത ഭംഗി കേട്ടോ. എന്താണോ ഒന്ന് നോക്കിക്കേ. അങ്ങോട്ട് ഞാൻ ചെയ്തിട്ട് നോക്കിക്കേ. ഏതെന്നാലും പറയണം കേട്ടോ. ശരി 1 2 എൻ്റെ ഫുൾ കാല് മാത്രം നോക്കിയാൽ പോയി. ഫുള്ള് നോക്കണം. 1 2 3 4 അങ്ങനെ ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യാം. 1 2 3 4 ഇതേലും നല്ലത്. അപ്പം അങ്ങനെ ചെയ്യണം. മറ്റേത് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഭംഗി വേണമെങ്കിൽ ലാസ്യം വേണ്ടേ തിരുവാതിര. അപ്പോൾ അതിങ്ങനെ ചെയ്യണം. ഒന്ന് പോവാം. 1 2 പോട്ടെ 3 അങ്ങോട്ട് പോട്ടെ 4 1 2 3 കറക്റ്റാണ്. 4 അയ്യോ കാല് മാറി പോയല്ലോ. ഒന്നുകൂടെ 1 2 3 ശരി 4 5 6 7 8 ഇപ്പോൾ ശരിയായി. കൈ ഇങ്ങനെ പിടിക്കണം. ഇനി തെറ്റിക്കരുത്. തെറ്റിച്ചാ അപ്പൊ ശരിക്കും ചെയ്തോ. ഒന്നും ചെയ്യാം. റെഡി 1 1 2 3 4 1 2 3 4 5 6 7 8 വീടിക്ക്. അപ്പൊ ഒന്നും കൂടെ ലാസ്റ്റ് ആണ്. 1 2 3 4 1 2 3 4 5 6 7 8 അപ്പൊ കറക്റ്റാണ് ചെയ്തത്. ശരിയാണ്. പക്ഷെ കൈ ഇങ്ങനെ തന്നെ പിടിച്ചു പോകുന്നു. കൈ ഇങ്ങനെ പിടിക്കുകയും ചെയ്യണം. കൈ ഇത്രയും ദൂരം പോകരുത്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടില്ലേ. അപ്പൊ നമ്മൾ ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു പോകണം. അത്രയേ ഉള്ളൂ. ബാക്കി കുഴപ്പമില്ല. അങ്ങനെ എഴുതുന്നുണ്ട്. മതിയോ? മനസ്സിലായോ? നന്നായിട്ട് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായല്ലേ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സ് ആണ്. എന്നാൽ ഇച്ചിരി പാടാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ചെയ്യും. കണ്ടു നോക്കൂ. നന്ദി.